1981 ഫ്രാൻസിലെ പ്രസിഡന്റ് ഈജിപ്തിലെ ഹുസ്നി മുബാറക് ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മൃതദേഹമുണ്ട്, കുറെ കാലമായി അതിവിടെ മ്യൂസിയത്തിൽ. കാർബൺ 14 ടെസ്റ്റിലൂടെ നമുക്കത് റാംസസ് രണ്ടാമന്റേതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഈജിപ്തിലേക്ക് എടുക്കണം. റാംസസ് രണ്ടാമൻ എന്ന് പറഞ്ഞ ആരാ? മൂസാ നബിയുമായി അന റബ്ബുക്കൽ ആല, ഞാനാണ് ഈ ലോകത്തിന്റെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞ് തർക്കിച്ച റാംസസ് രണ്ടാമൻ ഫിർഔൻ. ഈ ഫിർഔനിന്റെ മൃതദേഹം സ്വീകരിക്കാൻ വേണ്ടി ഫ്രാൻസിൽ നിന്ന് വിളിച്ചു ഈജിപ്ഷ്യൻ ഭരണാധികാരിയെ. എന്നിട്ട് അവരത് അങ്ങോട്ടെടുത്തു. എന്നിട്ട് കൂടുതൽ പഠിച്ചു. അതിൽ എങ്ങനെയാണ് അത് മരണപ്പെട്ടത്, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പരിശോധിച്ചപ്പോ ആമാശയത്തിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്ന ഉപ്പിന്റെ രസം, ഉപ്പിന്റെ രാസവസ്തുക്കൾ തെളിയിച്ചത് ഈ മനുഷ്യൻ സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ടതാണ് എന്നാൽ. ഈ മനുഷ്യൻ സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ടതാണ് എന്നാൽ ഇനിയൊന്നും ലഭിക്കാനില്ല. ഇതിന്റെ അപ്പുറം ഇനിയൊന്നും ആരും നമുക്ക് പറഞ്ഞു തരാനില്ല. വളരെ സ്പഷ്ടമായ തെളിവാണ്. ഫിറഔനിന്റെ മൃതദേഹം ഇന്നും ഈജിപ്തിയ മ്യൂസിയത്തിൽ വളരെ വ്യക്തമായി കിടക്കുന്നു, കേടുപാടുകൾ സംഭവിക്കാതെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്താ ഫിറഔന്റെ മൃതദേഹം ഉണ്ടെങ്കിൽ എന്താ, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതല്ല വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുങ്ങി മരിക്കുന്ന സമയത്ത് ഫിറഔനിനോടൊരു വാക്ക് പറഞ്ഞിരുന്നു. എന്താ വാക്കെന്നറിയോ? فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ. ഫിറഔനെ, നിന്റെ ശരീരം ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്, നിന്റെ ഡെഡ് ബോഡി ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാ? ലിതകൂന ലിമൻ ഖൽഫക ആയ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനിരിക്കുന്ന കോടാനുകോടി മനുഷ്യ സഞ്ചയത്തിന് ദൃഷ്ടാന്തത്തിന് വേണ്ടി. മീനുകൾ കൊത്തില്ല നിന്റെ ശരീരം, ഉപ്പുകൾ നെഞ്ചെടുക്കില്ല നിന്റെ ശരീരം, സമുദ്രത്തിന്റെ ജലപാളികൾ നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയില്ല. അതിനെ ഞാൻ സംരക്ഷിക്കുന്നതാ. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ ശേഷം വരുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്. 1981 ഫ്രാൻസിലെ പ്രസിഡന്റ് ഈജിപ്തിലേക്ക് കൈമാറിയ അതേ മൃതദേഹം അതിന്നോ അവിടെ ഉണ്ട്. ഈ ഖുർആൻ ആയത്തൊന്ന് വായിക്കുക, എന്നിട്ട് അതൊന്ന് നെറ്റിലോട്ട് അടിച്ചു നോക്കുക.